നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 44 നാമകരണവും ജാതക ഫലകഥനവും. ശ്ലോകം 3. യദുവംശാചാര്യത്വാത് സുനിഭൃതമിദമാര്യകാര്യമിതി കഥയൻ ഗർഗോ നിർഗതപുളകശ്ചക്രേ തവ സാഗ്രജസ്യ നാമാനി. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. യദുവംശാചാര്യത്വാത് സുനിഭൃതം ഇദം ആര്യ കാര്യം ഇതി കഥയൻ ഗർഗോ നിർഗത പുളക ചക്രേ തവ സാഗ്രജസ്യ നാമാനി. യദുവംശാചാര്യത്വാത് യദുവംശത്തിൻ്റെ ആചാര്യനായതിനാൽ സുനിഭൃതം വളരെ രഹസ്യമായി ഇതും ഈ സംസ്കാരകർമ്മം ആര്യ ശ്രേഷ്ഠനായ നന്ദഗോപൻ കാര്യം ചെയ്യപ്പെടണം ഇതി എന്നു കഥയൻ പറയുന്ന. നമുക്കിതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ നോക്കാം. സുനിഭൃതം ഭൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കഥയൻ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗർഗോ നിർഗത പുളക അവിടെ വിസർഗിട്ടിട്ട് ചൊല്ലുകയാണെങ്കിൽ ചക്രേ എന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ ചക്രേ എന്ന് വരും. തവ സാഗ്രജസ്യ നാമാനി. ഗർഗ ഗർഗമുനി നിർഗത പുളക ആനന്ദം കൊണ്ട് രോമാഞ്ചമണിഞ്ഞവനായ തവ അങ്ങയുടെ സാഗ്രജസ്യ അഗ്രജനോടുകൂടിയ ചക്രേച്ഛ ചെയ്തു നാമാനി നാമങ്ങൾ. നമുക്കിതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ നോക്കാം. ഗർഗോ നിർഗത പുളകശ്ചക്രേ ചേർത്ത് ചൊല്ലുമ്പോൾ നാവും. തവ സാഗ്രജസ്യ നാമാനി എഴുതിയ പോലെ തന്നെ വായിച്ചാൽ മതി. പ്രത്യേകമായിട്ട് മാറ്റി പറയാനുള്ള അക്ഷരങ്ങളൊന്നുമില്ല. യദുവംശാചാര്യത്വാത് സുനിഭൃതമിദമാര്യ കാര്യമിതി കഥയൻ ഗർഗോ നിർഗത പുളകശ്ചക്രേ തവ സാഗ്രജസ്യ നാമാനി. അടുത്തത് 4ാമത്തെ ശ്ലോകം. കഥമസ്യ നാമ കുർവേ സഹസ്രനാംനോ ഹ്യനന്ദനാംനോ വാ ഇതി നൂനം ഗർഗമുനി ചക്രേ തവ നാമ നാമ രഹസി വിഭോ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. കഥം അസ്യ നാമ കുർവേ സഹസ്രനാംനോ ഹ്യനന്ദനാംനോ വാ ഇതി നൂനം ഗർഗമുനി ചക്രേ തവ നാമ നാമ രഹസി വിഭോ. കഥം എങ്ങനെയാണ് അസ്യ ഈ ബാലകന് നാമകുറുവേ പേര് നൽകുന്നത്. ഹി സഹസ്രനാംന സഹസ്രം പേരുള്ളവനും അനന്തനാംന അനന്തനാമത്തോടു കൂടിയവനെന്നും പ്രസിദ്ധനായ. നമുക്കിതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ നോക്കാം. കഥമസ്യ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നാമ കുർവേ വേ മെല്ലെ നൂന്നണം. കുർവേ സഹസ്രനാംനോ സഹസ്രനാംനോ ഹ്യനന്തനാംനോ വാ ഇതി നൂനം ഗർഗമുനി അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ ചക്രേ എന്ന് ചൊല്ലണം. ചേർത്ത് ചൊല്ലുമ്പോൾ ചക്രേ നാവും നാവും. തവ നാമ നാമ രഹസി വിഭോ ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഇതി നൂനം എന്ന് നിശ്ചയിച്ചിട്ടായിരിക്കാം ഗർഗമുനി ഗർഗമഹർഷി ചക്രേ ചെയ്തത് തവ നാമ അങ്ങയുടെ പേര് രഹസി രഹസ്യമായി വിഭോ വിഭുവായിട്ടുള്ളവനെ. ഗർഗമുനി അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ ചക്രേ.
എന്ന് ചൊല്ലണം. അല്ലെങ്കിൽ ചേർത്ത് ചൊല്ലുകയാണെങ്കിൽ ചക്രേ എന്ന് വരും. ഗർഗമുനിശ്ചക്രേ അങ്ങനെ. കഥമസ്യ നാമ കുർവേ സഹസ്രനാമ്നോ ഹ്യനന്തനാമ്നോ വാ ഇതി നൂനം ഗർഗമുനി ചക്രേ തവ നാമ നാമരഹസി വിഭോ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.